എന്ന് പറയുന്നത് ശ്രവണത്തിൽ നിന്നാണ്. കേൾക്കുക. നമ്മൾ എന്തിനെക്കുറിച്ചാണോ അറിയേണ്ടത് അതിനെക്കുറിച്ച് കേൾക്കുക. ആവർത്തിച്ച് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ വന്ന് ചേരുന്ന കാലം വരെയും കേൾക്കുക. മനസ്സിലാവുന്നുണ്ടോ? കാരണം കേൾവിയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അറിവ് നേടുന്ന ഏത് ഇന്ദ്രിയത്തിലൂടെയാണ്? കേൾവിയിലൂടെയാണ്. മനസ്സിലായില്ലേ? കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, മണത്തറിഞ്ഞു, രുചിച്ചറിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ അറിവ് നേടുന്ന ഇതിലൂടെയാണ്? കേൾവിയിലൂടെയാണ്. അപ്പൊ കേട്ട് 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 നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനത്തെ അകറ്റി അല്പ അഭ്യസ്യ കുറേശ്ശെ പറയില്ലേ, പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് കണക്ക് കുറേശ്ശെ കേട്ട് 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 ആ കേൾക്കുന്നതിന് എന്ത് ചെയ്യണം? കീർത്തിക്കണം. കേൾക്കുന്നതിനെ കീർത്തിക്കുക. അതിനാണ് നമ്മൾ നാമസങ്കീർത്തനങ്ങളൊക്കെ. മനസ്സിലായില്ലേ? ആ ഭഗവാന്റെ നാമം ഒന്നുമില്ലെങ്കിൽ, ഒന്നും അറിയില്ലെങ്കിൽ ഹരേ രാമ എന്നെങ്കിലും നമ്മൾ ജപിക്കുമ്പോൾ കീർത്തിക്കുക. പിന്നെയോ ശ്രവണം, കീർത്തനം, പിന്നെ സ്മരണം, പാദസേവനം. പിന്നെ ആ ഭഗവാനെ സ്മരിക്കുക. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്രയമായിട്ട് ആര് മാത്രമേ ഉള്ളൂ? പരമമായി ഈശ്വരനേ ഉള്ളൂ. ബാക്കി പുറമേ കാണുന്ന ബന്ധുമിത്രാദികളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സ്വാധീനത്തിനുമൊക്കെ ഒരു പരിധി ഉണ്ടില്ലേ? അവരൊക്കെ നമ്മളെ ആശ്രയമാണ്, അവരൊക്കെ എന്നെ സഹായിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ചോ? അവരെ കൊണ്ടും സഹായിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവാറില്ലേ? ഉണ്ടോ ഇല്ലയോ? അവരെ കൊണ്ടും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. ആ അവസ്ഥയിൽ നമുക്ക് ആശ്രയിക്കാൻ ആരേ ഉള്ളൂ? ഈശ്വരനേ ഉള്ളൂ. അപ്പൊ അവിടെ ആ ഭഗവാനെ സ്മരിക്കുക. ഇപ്പൊ ശ്രവണം, കീർത്തനം, സ്മരണം മൂന്നാമത്തത് പറഞ്ഞു. അത് കഴിഞ്ഞാലോ അർച്ചനം, ആ ഭഗവാനെ പൂജിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എപ്പോഴും പൂവെടുത്തിടക്കമല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനെ നിന്റെ പൂജയായിരിക്കണമേ. എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാം. നമ്മൾ ജോലി എടുക്കുന്നു, നമ്മൾ മാന്യമായി കളവ് കാണിക്കാതെ സത്യസന്ധമായി ജോലി ചെയ്താൽ ആ ജോലി ഒരു ഈശ്വര പൂജയല്ലേ? ആണോ അല്ലയോ? ഒരു ഈശ്വര പൂജയാണ്. ഒരു വിദ്യാർത്ഥി അവന്റെ ജീവിത വിജയത്തിന് വേണ്ടി നന്നായി, എനിക്ക് നന്നാവണം, നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് കരുതി അവനത് പഠിക്കുന്നതും ഒരു ഈശ്വര പൂജയാണ്. അമ്മമാര് ഗൃഹം വൃത്തിയാക്കി ഗൃഹത്തിലുള്ള ഭക്ഷണാദി കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഈശ്വര പൂജയാണ്. കാരണം എന്താ? തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് നല്ല ഗതി ഉണ്ടാവാൻ അല്ലേ? നമ്മൾ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന നല്ല ആരോഗ്യം ഉണ്ടാവാനല്ലേ? നല്ല ആരോഗ്യവും നല്ല ചിന്തകളും ഒക്കെ ഉണ്ടാവാൻ. ആരോഗ്യം മാത്രമല്ല, ഭക്ഷണത്തിലൂടെ നല്ല ചിന്തകൾ ഉണ്ടാവും. നല്ല സ്വഭാവം ഉണ്ടാകണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ വെറുതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല. ചില പറയും എന്ത് കിട്ടിയാലും, ചില പറയലേ തിരിഞ്ഞു കടിക്കാത്ത എന്ത് കിട്ടിയാലും ഞാനങ്ങ് കഴിക്കും. വലിയ കേമത്തെ പോലെയാണ് പറയണേ. കുറേ നാള് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ വരാതെ കയറി ഇറങ്ങി നടക്കാം. കഴിക്കുന്ന ഭക്ഷണത്തിനൊരു കൃത്യതയുണ്ട്. ഒന്ന് സാത്വിക ഭക്ഷണമായിരിക്കണം, രണ്ട് ഹിതമായിരിക്കണം. ഹിതം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്. മൂന്നാമത്തത് മിതമായിരിക്കണം. വലിച്ചു വാരി കഴിക്കാനും പാടില്ല, മിതമായിരിക്കണം. ഒരു വയറിന്റെ അരഭാഗം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇപ്പൊ ഓസിന് കിട്ടിയ ആസിഡ് കുടിക്കുന്ന രീതിയിലാണ് ചിലരൊക്കെ കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇവിടം വരെ നിറച്ചാണ് കഴിക്കുന്നത്. നമ്മൾ ഈ ഭരണിക്കകത്തൊക്കെ സാധനം കുത്തി നിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ പോയി എടുത്ത് വെട്ടിയിട്ടാണ് ഒരു കിടക്കാനൊക്കെ. എന്താ കാര്യം? ഭക്ഷണം കഴിച്ചതാ, പിന്നെ ക്ഷീണമായി. യഥാർത്ഥത്തിൽ ക്ഷീണം മാറാനും പ്രവർത്തി ചെയ്യാനും അല്ലേ ഭക്ഷണം? ഭക്ഷണം കഴിച്ച് ക്ഷീണം വന്നാലോ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലു പറയാറുണ്ട്. എന്താ? ഉണ്ടാ ക്ഷീണം തെണ്ടിക്കൊണ്ടെന്നല്ല. അത് നമ്മൾ ഈ പഴഞ്ചൊല്ല് പറഞ്ഞ് തെറ്റിപ്പോയതാ. ഉണ്ടാ ക്ഷീണം തെണ്ടിക്കുമെന്നാണ്. ഉണ്ടിട്ട് ക്ഷീണം വരുന്നവൻ ജീവിതത്തിൽ തെണ്ടിയായി മാറും. കാരണം എന്താ? അവൻ ജോലി ചെയ്യില്ല, ഉണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങും. ക്ഷീണമാണ്. മനസ്സിലായില്ലേ? അല്ല, തെണ്ടിക്ക് ക്ഷീണം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ ഈ ചില പഴഞ്ചൊല്ല് തെറ്റിദ്ധരിച്ചിട്ടാണ് പഠിക്കുന്നത്. അതാണ് നമ്മൾ എന്താ പറഞ്ഞേ, ഈ മാംസാഹാരത്തിനൊക്കെ കൊന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കൊന്നാൽ എന്താ പാവം, തിന്നാൽ തീരുമെന്നല്ല. യഥാർത്ഥത്തിൽ ആ പഴഞ്ചൊല്ല് തിന്നാൽ തീരുമോ എന്നാണ്.
തീരില്ല. അത് നമ്മുടെ സൗകര്യത്തിന് നമ്മളങ്ങ് വളച്ചൊടിച്ച് എന്താ ഒന്നാ പാവം തിന്നാ തീരും, അപ്പോൾ നമുക്ക് തിന്നാ മതിയല്ലോ. എല്ലാം തിന്നുക എന്നുള്ളത് മാത്രമായി ഇപ്പോഴത്തെ അവസ്ഥ. മൃഗങ്ങളെക്കാൾ കഷ്ടമായി. വയറ് മാത്രം വികസിച്ചിട്ട് കാര്യമില്ല, തലകൂടി വികസിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ വയറ് മാത്രം വികസിപ്പിക്കലും ഭക്ഷണം കഴിക്കലും മലമൂത്ര വിസർജനം നടത്തലും മക്കളെ ജനിപ്പിക്കലും ഇതൊക്കെ മൃഗങ്ങളുടെ മാത്രം പണിയാണ്. മനുഷ്യൻ അങ്ങനെ ആവരുത്. മനുഷ്യൻ കുറച്ചുകൂടി വളരണം, കുറെ കൂടി നമ്മളൊന്ന് ഉയരണം, വേണ്ടേ? അതിന് ഭക്ഷണത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ആചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഈശ്വരാരാധന തുടങ്ങേണ്ടത് ഏത് സ്ഥലത്താണെന്ന് അറിയാമോ? നമ്മളെ വീട്ടിലെ ഈശ്വരാരാധന നടക്കേണ്ടത് ഏത് സ്ഥലത്താണ്? പൂജാമുറിയിലല്ല, അടുക്കളയിൽ നിന്നാണ്. അടുക്കളയിൽ നിന്നാണ് ശരിയായ ഈശ്വര ആരാധന ആരംഭിക്കേണ്ടത്. പണ്ടതൊക്കെ നമ്മുടെ അമ്മമാർ ചെയ്യുമായിരുന്നു, അങ്ങനെയുള്ള അറിവുണ്ടായിരുന്നു. കാരണം അവർ സീരിയലിൻ്റെ പുറവിലും നാട്ടിലെ പരദൂഷണത്തിൻ്റെ പുറവിലും അല്ല പോകുന്നത്. അവരത്യാവശ്യം വീട്ടിൽ നല്ല ഒന്നാന്തരമായിട്ട് രാമായണോ ഭാഗവതോ ഇനി ഇതൊന്നും വായിക്കാൻ അറിയില്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു, ഇതൊക്കെ പഠിക്കുമായിരുന്നു. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇന്നുണ്ടോ? ചിന്തിച്ചു നോക്കുക. പൈസ ചെയ്യുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കുമാണ് ഏറ്റവും കൂടുതൽ ഉപദേശം കൊടുക്കാൻ സാധിക്കുന്നത്. കാരണം എന്താ? അനുഭവം കൊണ്ട്. അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒന്ന്, ഏറ്റവും കൂടുതൽ കൊച്ചു കുഞ്ഞുങ്ങളോട് പേരക്കുട്ടികളോട് സ്നേഹമുള്ളത് മുത്തശ്ശനും മുത്തശ്ശിക്കുക. അങ്ങനെ വരുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്തവർ പോലും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞാൽ കേൾക്കും, അപ്പനും അമ്മയും പറഞ്ഞു. അങ്ങനെയുള്ള അപ്പനും അമ്മയും ആയിരുന്നു അച്ഛനെ അമ്മയെക്കാളും മക്കളെ നേരായി വളർത്തിയിരുന്നത്. ഇന്ന് തന്റെ കൊച്ചുമക്കളെ നോക്കാൻ എനിക്കെന്തിനാ, ഞാനെന്തിനാ ഇവരെ നോക്കുന്നതെന്ന് ചോദിക്കുന്ന അമ്മൂമ്മമാരാണ്. അതിന്റെ ഗതി വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. വളരെ കൃത്യമായി നമ്മുടെ ഈശ്വരാരാധന തുടങ്ങുന്ന അടുക്കളയിൽ നിന്നാണെന്ന് പറയാൻ കാരണം, പണ്ട് കാലങ്ങളിൽ പ്രഭാതത്തിൽ കുളിക്കാതെ ഒരൊറ്റ സ്ത്രീകളും അടുക്കളയിൽ കയറില്ലായിരുന്നു. അതേതെങ്കിലും തൊട്ടുകൂടായ്മയുടെ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും. കാരണം അഗ്നി സൂര്യന്റെ പ്രതീകമാണ്. സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് അഗ്നി. ആ അഗ്നിയെ തന്റെ ഗൃഹത്തിലേക്ക് കൊളുത്തുമ്പോ, ആ അഗ്നിദേവനെ സ്പർശിക്കുമ്പോ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വേണം. ഏതെങ്കിലുമൊക്കെ പഴയ കാലത്ത് അമ്മമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, കുളിക്കാതെ കയറില്ല അടുക്കളയിൽ. ഇനി അടുക്കളയിൽ അഗ്നി കൊളുത്തുന്ന സമയത്ത് നേരെ അടുപ്പിലേക്ക് തീ കത്തിക്കല്ലേ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു തൊണ്ടോ ചിരട്ട എടുത്ത് അതിനകത്തൊന്നെങ്കിലും ഒരു തിരിയിട്ട് അല്ലെങ്കിൽ ഒരു കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് അതാദ്യം അടുപ്പിലേക്ക് ഒരു ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ഒരു ലഘു ഗണപതി ഹോമം നടത്തുമായിരുന്നു പണ്ട് നമ്മുടെ വീട്ടിൽ. അമ്മമാരെ നടത്തുന്ന എല്ലാ ദിവസവും ആ അടുപ്പിലേക്ക്. കാരണം ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള അന്നം പാകം ചെയ്യുമ്പോൾ, അന്നം ഈശ്വരനാണ്. ആ അന്നം പാകം ചെയ്യുമ്പോൾ അല്ലേ, അന്നം ഈശ്വരനല്ലേ, അന്നാത് ഭൗതിഭൂതാനാം വർജന്യാത്മന്യ വസ്തുത. ഈ അന്നത്തിൽ നിന്നാണ് സർവ്വഭൂതങ്ങളും പുഷ്ടിപ്പെടുന്നത്, സർവ്വ ഐശ്വര്യം ഉണ്ടാവുന്നത്. ആ അന്നം പാകം ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഐശ്വര്യമുള്ളതായി മാറണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഗണപതിയെ സ്മരിച്ചു. ഗണപതിയെ സ്മരിച്ചുകൊണ്ടാണ് അവിടെ ആ ദീപം അടുപ്പിലേക്ക് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വിറവൊക്കെ എടുത്ത് വെക്കുന്നത്. ഇതിന് പറയുന്നത് ലഘു ഗണപതി ഹോമം എന്നാണ്. ആ അന്നം പാകം ചെയ്യുമ്പോഴുള്ള മനസ്സ്, അതാണ്
ആ ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. ഒരു നല്ല അടുക്കളയുണ്ടെങ്കിൽ, നല്ല മനസ്സുള്ള അമ്മമാരുണ്ടെങ്കിൽ അവിടെ രോഗികളായിട്ടുള്ളവരുടെ എണ്ണം കുറവായിരിക്കും. പണ്ടത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ഭഗവാനെ 3 നേരം അടുപ്പ് പുകയാനുള്ള വക തരണമെന്നായിരുന്നു പ്രാർത്ഥിച്ചത് പണ്ട് അമ്മമാര്. ആദിവ്യാധികൾ ഉണ്ടാകരുത്. പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന 3 നേരം അടുപ്പ് വേണം. ആദിവ്യാധികൾ വേറൊന്നുമില്ല. ആദി എന്ന് പറഞ്ഞാൽ എന്താ? മാനസിക രോഗം, മാനസിക ദുഃഖം. വ്യാധി ശരീരത്തിന്റെ ദുഃഖം. മനസ്സിലായില്ലേ? രോഗങ്ങൾ. ആദിവ്യാധികൾ ഉണ്ടാകരുത്. തീർന്നു അവരുടെ പ്രാർത്ഥന. വലിയ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആവശ്യമുള്ളതെല്ലാം അവിടെ ഈ ചെറിയ പ്രാർത്ഥനയിലുണ്ട്. പിന്നെ 3 നേരം അടുപ്പ് പുകയണം. എന്താ ഈ 3 നേരം അടുപ്പ് പുകയണം? ഇപ്പോഴത്തേക്കാൾ പ്രയാസമുള്ളത് പണ്ടായിരുന്നു അല്ലേ? അടുപ്പത്ത്. കാര്യം പണ്ട് ഓലയും ചോട്ടും കരിയിലയും ചുള്ളിക്കമ്പും ഒക്കെ പറക്കി വെച്ച് കത്തിക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. ഇന്നിപ്പോൾ ഗ്യാസും മറ്റുമൊക്കെ ആയപ്പോൾ പാടില്ല. അത്രയും പ്രയാസമുള്ള സമയത്താണ് അവർ പറയുന്നത് 3 നേരം. എന്താ കാര്യം? ഓരോ നേരം ഭക്ഷണം കഴിക്കുമ്പോഴും അതിനുവേണ്ടി ഭക്ഷണം പാകം ചെയ്ത് ചൂടോടുകൂടിയ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ ഭക്ഷണം വിഷമാണ്. മനസ്സിലായോ? ഇന്ന് ക്യാൻസർ രോഗികളോ അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഇന്ന് ഒരു 10 പേരെ എടുത്താൽ 2 പേര് മാറാരോഗികളാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടെ അതിനകത്തൊരു പ്രധാനമാണ്. 3-4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ സ്വാഭാവികമായ ചൂട് കുറഞ്ഞാൽ ആ ഭക്ഷണം പിന്നെ വിഷമാണ്, കഴിക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് 3 നേരം ഭക്ഷണം, 3 നേരം അടുപ്പ് പുകയാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. മനസ്സിലായില്ലേ? രാവിലത്തേക്ക് രാവിലെ ഉണ്ടാക്കും, ഉച്ചക്കത്തേക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കും. ഇപ്പൊ അതൊക്കെ പറഞ്ഞ് അമ്മമാര് ചോദിക്കും, പിന്നെ ഞാനിവിടെ അടിമയില്ലേ 3 നേരം അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ? കാരണം നമുക്കിന്ന് വേറെ സ്വന്തം കുടുംബത്തെ കാര്യത്തെക്കാളും കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഓർത്തുള്ള സുഖദുഃഖങ്ങളെക്കാളും നമ്മളിപ്പോൾ സിനിമയിലും സീരിയലും കോമഡി ഷോയും കണ്ട് ചിരിക്കുകയും കരയുകയും ചെയ്യുന്നവരായിരുന്നു. നമുക്കിന്ന് പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വന്നു. ശ്രദ്ധ വേണ്ടെടുത്ത് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയി. ചില വീടുകളിലൊക്കെ ഇപ്പോൾ ഒരു രാവിലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വൈകിട്ട് വരെ. നമ്മൾ ഓർക്കുക, നമ്മൾ വിളമ്പി മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കുന്നത് നാളെ രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമുള്ള സാധനമാണ്. അതിൻ്റെ സ്വാഭാവികമായ ചൂട് മാറിയാൽ അതിനകത്തേക്ക് ബാക്ടീരിയയും വൈറസുകളും കടന്നു കയറും. അത് ജീർണിച്ചു കൊടുക്കും. പുറമേ പ്രകടഭാവത്തിലെന്നേ ഉള്ളൂ. അതാണ് നമ്മൾ പിന്നെ കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ അവസ്ഥ നിലച്ചു നോക്കും. ഇപ്പൊ രാവിലത്തത് രാത്രി വരെയല്ല. ഇപ്പൊ ചിലയിടത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞങ്ങൾ ഞായറാഴ്ചയാണ് വെക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ബാക്കി എല്ലാ ദിവസവും ഉപവാസം വ്രതമായിരിക്കും. വ്രതമൊന്നുമല്ല. എന്താ കാര്യം? ഞായറാഴ്ച വെച്ച് വീട്ടിലൊരു പെട്ടിയുണ്ട്, പെട്ടിക്കകത്ത് കയറ്റി വെച്ചേക്കും ഫ്രിഡ്ജിനകത്ത്. എന്നിട്ട് ഓരോ ദിവസം ഇച്ചിരിച്ചെടുത്ത് ചൂടാക്കി, അല്ലേ? ഇച്ചിരിച്ചെടുത്ത് ഞായറാഴ്ച കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചൂടാക്കിയിട്ട് എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കും. ഒരു സംശയം വേണ്ട, RCCയുടെ മുമ്പിലൊക്കെ പോയി നിൽക്കേണ്ടി വരും. നമ്മൾ പാകം ചെയ്ത ഭക്ഷണം അതെടുത്ത് തണുപ്പിച്ച് പിന്നെ ചൂടാക്കുമ്പോൾ അത് ഒന്നിനും കൊള്ളാത്ത വസ്തുവായി മാറും. മനസ്സിലായില്ലേ? പാകം ചെയ്യാതെ തന്നെയാണ് ഭക്ഷണം കൂടുതൽ കഴിക്കേണ്ടത്. അതിനെ നമ്മൾ ഒരു തവണ പാകം ചെയ്ത് വീണ്ടും അടുപ്പിൽ കയറ്റി വേവിച്ച് വീണ്ടും കയറ്റി വേവിച്ച് നമ്മൾ മാറ്റുമ്പോൾ അതിനകത്തുള്ള സർവ്വഗുണവും നഷ്ടപ്പെടും. വെറുതെ കുറെ വൈക്കോല് വാരി തിരുന്നത് കണക്ക് വയറ് നിറയും, ഒരാരോഗ്യം ഉണ്ടാവില്ല. നമ്മൾ ചിന്തിച്ചൊക്കെ നമ്മളത്ര പോലും ഉള്ള ആഹാരം കഴിക്കാൻ പറ്റാത്ത കാലത്ത് ചക്കയും ചീനിയും കഞ്ഞിയും മാത്രം കഴിച്ച് ജീവിച്ച നമ്മുടെയൊക്കെ ഒരു 10-25 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നതും ഏതാണ്ട് 90% ആൾക്കാർ കഴിക്കുന്നത് ഇതൊക്കെ ആയിരുന്നു, ഇല്ലേ? ചക്കയും ചീനിയും കാച്ചിലും കഞ്ഞിയൊക്കെ ആയിരുന്നു, റേഷൻ കറിയൊക്കെ ആയിരുന്നു. ഇതൊക്കെ കഴിച്ചവര് 90 വയസ്സ് 100 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിട്ടുണ്ട്. അവരുടെ പകുതി ആരോഗ്യം ഇന്നത്തെ ആൾക്കാർക്കുണ്ടോ? ഉണ്ടോ? എന്താ കാരണം? നമ്മൾ തന്നെ രോഗത്തെ വിളിച്ചു വരുത്തലാണ്. അവിടെയാണ് പറഞ്ഞത് അർച്ചനം.
നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും ഭഗവാന് സമർപ്പിക്കുക. അർച്ചനം, വന്ദനം, അത് കഴിഞ്ഞാൽ ഭഗവാനെ വന്ദിക്കണം. അത് കഴിഞ്ഞാൽ ഭഗവാന് ദാസ്യനാവണം. ഭഗവാനെ ഞാൻ നിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം. ആ ദാസ്യൻ എന്ന ഭാവം ഉണ്ടാവണം. ഈ ദാസ്യനാവുന്നത് എന്തിനാ? അഹങ്കാരത്തെ ഉപേക്ഷിക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ? അഹങ്കാരം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? നമുക്കൊരാളെ കാണുമ്പോൾ ഒന്ന് നമസ്കരിക്കണം എന്ന് തോന്നണമെങ്കിൽ നമ്മൾക്കൊരു വിനയം വേണ്ടേ? വേണോ വേണ്ടയോ? നമുക്കൊരു വിനയം വേണം. പിന്നെയോ ഒരു ദാസ്യനാവണമെങ്കിൽ ആ വിനയം വർദ്ധിക്കണം. അപ്പൊ അർച്ചനം, വന്ദനം, ദാസ്യം. അത് കഴിഞ്ഞാലോ ഭഗവാനുമായിട്ടൊരു ബന്ധമുണ്ടാവണം. എനിക്ക് എന്ത് വിഷമം വന്നാലും, എനിക്ക് എന്ത് സന്തോഷം വന്നാലും അതൊക്കെ പങ്കിടാൻ എനിക്കൊരു ഉത്തമ സുഹൃത്ത് പോലെ എനിക്കാരുണ്ട്? ഭഗവാനുണ്ട് എന്ന് ഒരു ബോധ്യം വേണം. വേണ്ടേ? അതാണ് സഖ്യം. അത് കഴിഞ്ഞാലോ ആത്മനിവേദനം. ആത്മനിവേദനം വെച്ചാൽ എന്താ? തന്നെ സമർപ്പിക്കുക. ഏറ്റവും ഒടുവിൽ ഭഗവാനെ ഞാനിതാ എന്നെ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ നിലയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഭക്തൻ പൂർണ്ണ ഭക്തനായി മാറുന്നത്. മനസ്സിലായോ? അതാണ് 9 തലങ്ങളിലൂടെ ഭക്തൻ വളരണം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. മനഃശുദ്ധി നേടി അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടി നമ്മുടെ എല്ലാ ഉയർച്ചയ്ക്കും നമുക്കെല്ലാ ഐശ്വര്യത്തിനും ഭഗവാനെ നീ തന്നെയാണ് ആശ്രയം എന്ന ഭാവത്തോടുകൂടി ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നതാണ് ഭക്തി. അങ്ങനെയുള്ള ഭക്തിയാണ് നമ്മൾ ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്നത്.